ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചാനലിൽ കുക്കിംഗ് കൂടി ആകാമെന്ന്. നമുക്ക് ക്വിക്ക് ആൻഡ് ഈസി കണമ്പ് കറി കാണാം. അപ്പോൾ അതിനു വേണ്ടി ഓണിയൻ, ചില്ലി, പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് അരച്ച് ചതച്ചത്, പിന്നെ ഇച്ചിരി കറി ലീവ്സ് ഫോർ ടേസ്റ്റ്. പിന്നെ ഈ കുക്കിംഗ് ഞാനല്ല കേട്ടോ ചെയ്യുന്നത്, എൻ്റെ മദർ ഇൻ ലോ ഇസ് എ വെരി ഗുഡ് കുക്ക്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഫെനുഗ്രിക്, അതായത് ഉലുവ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് കുറച്ച് ഓണിയൻ ഇട്ട് വാട്ടാം. അതിൻ്റെ കൂടെ തന്നെ ചില്ലി ആൻഡ് ജിഞ്ചർ ഗാർലിക് ചതച്ചതിടാം. അപ്പോൾ ഈ ഉള്ളിയും എല്ലാം വാടുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇച്ചിരി ആവശ്യത്തിന് ഉപ്പിടാം. ഉള്ളിയൊക്കെ വാടി തളന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തക്കാളിയും പിന്നെ കറി ലീവ്സും കൂടെ ഇടാം. ഇതൊന്ന് നല്ലതായിട്ട് വാടട്ടെ. ഇതാണ് നമ്മുടെ പാവം കണമ്പിനറിയോ നമ്മൾ കറിയായിട്ട് കഴിക്കാൻ പോവുകയാണെന്ന്. ആൻഡ് ദിസ് ഇസ് മൈ മദർ ഇൻ ലോ. അപ്പോൾ നമ്മുടെ ചെറിയ മെയിൻ ഡബ്ബിൽ മുളക് പൊടി തീർന്നു പോയതുകൊണ്ട് മെയിൻ ഡബ്ബിക്കകത്തുനിന്ന് മുളക് പൊടിയൊക്കെ ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ നമ്മൾ കറിക്ക് ഇച്ചിരി ടേമറിക് പൗഡർ ആൻഡ് ദെൻ മുളക് പൊടി ആവശ്യത്തിന് ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്യുക. നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന നേരം വരെ ടേക്ക് യുവർ ടൈം ആൻഡ് സോട്ട്. ആൻഡ് ഇത് ഹൈ ഫ്ലെയിമിലിടരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം സോട്ട് ചെയ്യാനായിട്ട്. ആൻഡ് ആവശ്യത്തിന് ഉപ്പ്, നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടാം. ഇതൊക്കെ വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കുതിർത്ത കൊടംപുളി ഇടാം. അതായത് നമ്മൾ കുതിർത്ത് ആദ്യമേ നമ്മൾ മാറ്റി വെച്ചായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഫോർ അഡീഷണൽ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ക്വിക്ക് ആൻഡ് ഈസി ആയിട്ട് ഉണ്ടാക്കിയാലും ഈ കൊടംപുളി വിൽ ഗിവ് യു വെരി ഗുഡ് ടേസ്റ്റ്. അപ്പോൾ ഇത് കുതിർത്ത് വെച്ചിട്ട് പിന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നിങ്ങൾക്ക് എത്രയാണ് നല്ല നീണ്ട കറിയാണ് വേണമെങ്കിൽ നല്ല നീണ്ട് കുറേ വെള്ളം ഒഴിക്കുക. അതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞുകൊണ്ട് വരും കുറേ വെള്ളം ഒഴിക്കുമ്പോൾ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നോക്കി ഒഴിച്ചിട്ട് ഇത് തിളയ്ക്കണം, നല്ലോണം തിളച്ച് വരണം. അപ്പോൾ തിളയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്രീ അഡ്വൈസ് തരാം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ബാംഗ്ലൂരിൽ ഫ്രഷ് ആൻഡ് ആക്റ്റീവ് ജോബ് അപ്ഡേറ്റ്സ് ഞാൻ നൽകുന്നതായിരിക്കും. യെസ്, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു കുക്കിംഗ്. അപ്പോൾ ഇത് തിളച്ചെല്ലാം കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ താരം, അതായത് നമ്മുടെ കണമ്പെടുത്ത് വെക്കുകയാണ്. ആൻഡ് പുട്ട് ഇറ്റ് നീറ്റ്ലി. ഫ്രഷായിട്ട് നല്ലതായിട്ട് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിരുന്നു. കണമ്പൊക്കെ ഇട്ടിട്ട് കുറേ മിക്സ് ആക്കരുത്, ആവശ്യത്തിന് നല്ല സ്ലോ ആയിട്ട് മിക്സ് ചെയ്തിട്ട്. ആൻഡ് ദെൻ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, വൺ ഓഫ് ദ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങാപ്പാൽ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയാലും മൺചട്ടിക്കകത്ത് ഉണ്ടാക്കിയാലും വി യൂസ് തേങ്ങാപ്പാൽ. അപ്പോൾ തേങ്ങാപ്പാൽ നമുക്ക് മെയിനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ഇട്ടതിന് ശേഷം നമ്മൾ അത് തിളയ്ക്കാൻ വേണ്ടി കുറച്ച് ടൈം കൊടുക്കണം, മൂടി വെച്ച് തിളപ്പിക്കാം. ലോങ് സൈഡ് ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇച്ചിരി കറി ലീവ്സും കൂടി ഇട്ട് നല്ലോണം അതിനൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾ സ്പൂണിട്ട് കുറേ ഇളക്കി കുത്തി മറിക്കരുത്. മീനൊക്കെ ഓൾറെഡി ചത്തുപോയി, ഇനി അത് പൊടിഞ്ഞു കൂടി പോവും. അപ്പോൾ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് വാട്ട് വി ആർ കുക്കിംഗ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ നമ്മളൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ആൻഡ് ആഫ്റ്റർ ദിസ് നിങ്ങളുടെ ക്വിക്ക് ആൻഡ് ഈസി കറി റെഡിയാണ്. നമ്മൾ മോസ്റ്റ്ലി ചെയ്യുന്നത് മൺചട്ടിക്കകത്താണ്. ബട്ട് ദിസ് പെട്ടെന്ന് നിങ്ങൾക്കൊരു ആഗ്രഹം വരുമ്പോൾ അയ്യോ എനിക്കിപ്പോൾ തന്നെ തിന്നണം, അപ്പോൾ നമുക്ക് മൺചട്ടിയൊന്നും എടുത്ത് പെട്ടെന്ന് വയ്ക്കാൻ പറ്റത്തില്ല ഗൈസ്. സോ ട്രൈ ദിസ് ഔട്ട് ആൻഡ് ബൈ.